അധികം സംസാരിക്കാത്ത ഒരു തരം റിജക്ഷൻ ഉണ്ട്. അധികം സംസാരിച്ചില്ലെങ്കിലും ഇതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക. ഫാമിലിയൽ റിജക്ഷൻ. ഫാമിലിയൽ റിജക്ഷൻ എന്താണ്, ഇതുകൊണ്ട് എന്താ സംഭവിക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടി വാച്ച് ദിസ് വീഡിയോ. ഫാമിലിയൽ റിജക്ഷൻ എന്ന് പറയുമ്പോൾ പാരൻസിൻ്റെ അടുത്ത് നിന്ന് വേണ്ട വാംത്ത്, ലവ്, സപ്പോർട്ട്, അക്സെപ്റ്റൻസ് ഒക്കെ ഒരു കുട്ടിക്ക് കിട്ടാതെ വരുന്നൊരു സിറ്റുവേഷനാണ്. ഇതൊന്നുമില്ലെങ്കിൽ ഒരു പാരൻറ്റിൻ്റെ അടുത്ത് നിന്ന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ യു മൈറ്റ് ഫേസ് ദിസ് ഫ്രം ബോത്ത് ദ പാരൻസ്. ഫാമിലിയൽ റിജക്ഷൻ 3 കാരണം കൊണ്ടായിരിക്കും സംഭവിക്കുക. പാരൻസിൻ്റെ പ്രതീക്ഷകൾ കുട്ടികൾക്ക് എത്താൻ സാധിക്കാത്തപ്പോൾ. ദിസ് ഇസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഫോർ ഫാമിലിയൽ റിജക്ഷൻസ്. മിക്കപ്പോഴും പാരൻസിൻ്റെ സ്വപ്നങ്ങളും പിള്ളേരുടെ സ്വപ്നങ്ങളും മാച്ച് ആകില്ല. ഏതെങ്കിലും ഒരു പാർട്ടി അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ പെർമനൻ്റ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാം, വിച്ച് മൈറ്റ് ക്രിയേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കിഡ്സ് ആൻഡ് ദ പാരൻസ്. ദ ആബ്സെൻസ് ഓഫ് വൺ ഓഫ് ദി പാരൻസ്. മദർ ആൻഡ് ഫാദർ ഓരോ ആൾക്കും ഓരോ റോൾസ് ഉണ്ട്. ഇതിന് ഏതെങ്കിലും ഒരാൾ ആബ്സെൻ്റ് ആണെങ്കിൽ 2 പേരുടെ റോളും ഒരാൾ ഏറ്റെടുക്കേണ്ടി വരും. ദിസ് ക്യാൻ ബി ഹാർഡ് ഫോർ എ സിംഗിൾ പാരൻറ്റ് ബിക്കോസ് ദേ ഹാവ് ടു ഫിൽ ദിസ് ഗ്യാപ്പ്. ആൻഡ് ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ഇടയിൽ അവർക്ക് ചിലപ്പോൾ അവരുടെ കുട്ടിക്ക് വേണ്ട അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. എ ട്രോമാറ്റിക് ഇൻസിഡൻസ് ക്യാൻ സംടൈംസ് ഷേക്ക് ദ ബാലൻസ് ഓഫ് ദ ഫാമിലി ഫോർ എവർ. ഇതെല്ലാവരെയും പെർമനൻ്റ്ലി ഇമോഷണലി ഡാമേജ്ഡ് ആക്കാം. ആൻഡ് സംടൈംസ് ഫാമിലിക്ക് ഇതിന് റിക്കവർ ചെയ്യാൻ കുറേ സമയം പിടിക്കും. പാരൻസ് ആൻഡ് ടീനേജേഴ്സിൻ്റെ ഇടയിലുള്ള ക്ലാഷ് ക്വൈറ്റ് കോമൺ ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ പാരൻസിന് അവരുടെ ടീനേജേഴ്സ് എപ്പോഴും കുഞ്ഞിക്കുട്ടികളാണ്. ആൻഡ് ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഓൾമോസ്റ്റ് അഡൾട്ട്സ്. അവർക്ക് അവരുടേതായ ഇൻഡിപെൻഡൻസ് കിട്ടിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി റിബല്യസ് ആകാം. So how does familial rejection affect a person? Familial rejection is very hard to go through. ഏതൊരു കുട്ടിക്കും വേണ്ടത് is a very loving family. Parents to guide them, to look up to talk to. ഒരു കുട്ടിയുടെ ഇമ്മീഡിയറ്റ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ ആളുടെ ഫാമിലിയാണ്. ആൻഡ് ഒരാളുടെ ബേസിക് ഗ്രൗണ്ട് വർക്ക് ഫോർ എ പേഴ്സണാലിറ്റി ഈസ് ദിയർ ഫാമിലി. സോ ആ ഒരു ഫാമിലിയൽ അഫെക്ഷൻ കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ്. കോൺസ്റ്റൻ്റ്ലി പാരൻസിൻ്റെ റിജക്ഷൻ ഫേസ് ചെയ്യുമ്പോൾ ചിൽഡ്രൻ വിൽ സ്റ്റാർട്ട് ഷോയിങ് ഡിഫിക്കൽട്ടീസ് ഇൻ മേക്കിംഗ് ഫ്രണ്ട്സ് ആൻഡ് സക്സീഡിങ് ഇൻ സ്കൂൾ. ഇതേ പിള്ളേർ പിന്നീട് വലുതാകുമ്പോൾ ദേ വിൽ ഹാവ് ലോ സെൽഫ് എസ്റ്റീം ആൻഡ് വിൽ ഓൾസോ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അഡാപ്റ്റ് ടു ഡിഫറെൻറ്റ് സോഷ്യൽ എൻവിറോൺമെൻറ്റ്സ്. ഫാമിലിയൽ അക്സെപ്റ്റൻസ് ആണ് ബേസിക് അക്സെപ്റ്റൻസ്. അത് കിട്ടിയില്ലെങ്കിൽ ഒരാളുടെ ഉള്ളിൽ സ്ഥിരമായിട്ടൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും. അത് കാരണം ആ ആൾക്ക് ഒരിക്കലും മുമ്പോട്ട് വന്ന് ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകില്ല. ഡിപ്രഷൻ ഫേസ് ചെയ്യാം. ഏതൊരാൾക്കും വേണ്ടത് ഇമോഷണൽ അക്സെപ്റ്റൻസ് ആൻഡ് ലവ് ആണ്. ഇത് കൊച്ചിലെ തന്നെ കിട്ടാതെ ആകുമ്പോൾ the kid might be prone to permanent or chronic depression. Rebellious ആകാം. ഒരാൾക്ക് ചോദിക്കാനോ പറയാനോ സംസാരിക്കാനോ ആരുമില്ല എന്ന് കാണുമ്പോൾ they might get into activities to get the attention of the family. പക്ഷേ ഇത് ഇൻഡയറക്ട്ലി അവർക്ക് കൂടുതലും ഹാംഫുൾ ആകാം. ഫാമിലിയൽ റിജക്ഷൻ ഫേസ് ചെയ്ത അഡൾട്ട്സ് മൈറ്റ് സ്റ്റാർട്ട് ഷോയിങ് അബ്യൂസീവ് ബിഹേവിയർ. കാരണം അവരെ ആരും ഗൈഡ് ചെയ്തിട്ടില്ല ടു ഷോ ദം വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. They might become emotionally cold and might find showing their emotions to be extremely difficult. So what do you do if you are a person who has faced familial rejection or is still facing familial rejection? Talk to your parents. നിങ്ങളുടെ വിഷമം കൺവേ ചെയ്യുക. നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ write a letter or even try a phone call but convey it to them. ചില പാരൻസ് ഇതിനു വേണ്ടി ഓപ്പൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ tell them everything, tell them your story, tell them all those times when you were extremely disappointed. If this does not solve anything, it will at least help you to get rid of that huge burden within your heart. Grieve or cry. It's okay to feel bad and cry your heart. നിങ്ങൾ ഈ എല്ലാ ഇമോഷൻസ് ഒന്നും സപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് get back up and start moving. Talk to people whom you trust. If you have someone else who has an equal role as that of your parents, then avarodu samsarikku. This might help you a lot. Channelize your anger and disappointment into something else. Just because you were disappointed doesn't mean that you have to disappoint others too. നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമം ദേഷ്യമൊക്കെ ചാനലൈസ് ചെയ്യുക. Convert it into drawing something or writing something. ഓടാൻ നോക്കുക, but do channelize it. Connect with your extended family. ചിലപ്പോൾ പാരൻസിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സപ്പോർട്ട് ആൻഡ് കെയർ തരുന്നത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കും. So do connect with them. Talk to a therapist. Therapists are people who are trained to help you out. ചില സമയത്ത് ഒരു ഫാമിലിൻ്റെ ഉള്ളിൽ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഇന്റേണൽ ഡിസ്റ്റൻസിങ് സംഭവിക്കാം, which can make the relationship look very vague.
ഇങ്ങനത്തെ സമയത്താണ് നമ്മുടെ തെറാപ്പിസ്റ്റ് വിൽ ബിക്കം ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. ഫാമിലിയൽ റിജക്ഷൻ എന്ന് പറയുമ്പോൾ നോട്ട് എവ്രി വൺ ടോക്സ് അബൌട്ട് ഇറ്റ്, ബട്ട് ഇറ്റ് ഈസ് വെരി കോമൺ നൗ ഡേയ്സ്. So one must be aware of what causes familial rejection and not let it affect the person's life permanently. Just because you are disappointed doesn't mean that you are disappointing. So take the necessary precautions, be aware of it and break the cycle. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഇതുപോലത്തെ ഇനിയും വീഡിയോസ് കാണണമെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ഈ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ ലീവ് എ കമൻറ്റ് ബിലോ ഓർ യു കൻ ഓൾസോ കോൺടാക്ട് മീ അറ്റ് മൈ ഇമെയിൽ അഡ്രസ്.